ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പരന്തൂർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ സച്ചിയും രേവതിയും ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ബാമയുടെ വീട്ടിലോട്ട് വരികയാണ്. പക്ഷേ ഒരു കാരണവശാലും ചന്ദ്രമതി അവരുടെ കൂടെ പോകാൻ തയ്യാറാവത്തില്ല. അപ്പോൾ സച്ചി ചന്ദ്രമതിയടുത്ത് പറയും, അമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന പറയുന്നത്, ചിലപ്പോൾ അവിടെ നിന്ന് അമ്മയ്ക്ക് ഡിവോഴ്സ് നോട്ടീസൊക്കെ അയക്കുമെന്ന് പറയും. അത് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. അത് കേൾക്കുമ്പം ചന്ദ്രമതി അങ്ങ് പേടിക്കും. ഇനി രവിയേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് പേടിച്ചിട്ട് ബാമയടുത്ത് പറയും, ബാമേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല, ഞാനങ്ങോട്ട് പോവുകയെന്ന് പറയും. ചന്ദ്രമതി പേടിച്ചിട്ടുമുണ്ട്. അപ്പോഴത്തേക്ക് ബാമയ്ക്ക് മനസ്സിലാവും ചന്ദ്രയെ വീട്ടിലോട്ട് കൊണ്ടു ചെല്ലാൻ വേണ്ടി സച്ചി ഒന്ന് പേടിപ്പിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ബാമയും ചിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വരുന്ന ചന്ദ്രമതി എടുത്ത് രവി ചോദിക്കും, നീ എന്താണ് പെട്ടെന്ന് കേസ് പിൻവലിക്കാനുണ്ടായ കാരണം? ഞാൻ അവിടെ വന്ന് നിന്നോട് സംസാരിച്ചപ്പോഴും നിനക്ക് യാതൊരു മാറ്റവും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കും. അത് ഇവളുടെ അമ്മ വന്ന് എൻ്റെ കാല് പിടിച്ചു, അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് പിൻവലിച്ചു എന്ന് പറയും. പക്ഷേ അത് ശ്രുതിക്ക് അത്ര ഡൈജസ്റ്റ് ആവത്തില്ല. ശ്രുതി അപ്പോഴും ആലോചിക്കും, പെട്ടെന്ന് ആൻറ്റിക്ക് എന്താ ഒരു മാറ്റം, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കണമെന്ന് തന്നെ ശ്രുതി ആലോചിക്കും. ആ സമയത്താണ് ആൻ്റണിയുടെ ഫോൺ വരുന്നത്. നവീൻ ദാസിനെ അവിടെ ഇടിച്ചിട്ടേക്കുവാണല്ലോ, അപ്പോൾ അതിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ആൻ്റണി ശ്രുതിയെ വിളിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മുടെ ഇന്നലത്തെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ ആൻ്റണി ശ്രുതിയോട് സംസാരിക്കുകയാണ്. നീ എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടിട്ടില്ലോ എന്ന് പറയാം. അത് ആൻ്റണി, ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടെങ്കിലല്ലേ നിൻ്റെ അക്കൗണ്ടിൽ പൈസ കാണത്തുള്ളൂ. എനിക്ക് പൈസ ഇപ്പോഴും റെഡി ആയിട്ടില്ല, ഞാൻ എത്രയും പെട്ടെന്ന് പൈസ അയച്ചു തരാം. നീ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവൻ്റെ ബോഡി നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടിടും, എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും മാറി നിൽക്കും. പോലീസുകാർ അന്വേഷണത്തിന് വന്നാൽ ഞാൻ നിൻ്റെ പേര് പറയും. അല്ലെങ്കിൽ നീ എന്തിനാ ആൻ്റണി എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഞാൻ നിനക്ക് പൈസ തരത്തില്ലെന്ന് പറഞ്ഞല്ലോ. നീ എൻ്റെ അടുത്ത് ആദ്യം എന്താ പറഞ്ഞത്? നവീൻ ദാസിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി സച്ചിയുടെ ഫോണിൽ കിടക്കുന്ന വീഡിയോ അയക്കണമെന്നാണ്. ഞാൻ സച്ചിയുടെ ഫോൺ വരെ നിനക്ക് എടുത്തുകൊണ്ട് തന്നു. പക്ഷേ പിന്നെ നവീൻ ദാസിന് ഈ ഒരു അവസ്ഥയിലാക്കാൻ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ശ്രുതി, നീ അങ്ങനല്ല പറഞ്ഞത്. അവനെ ഒന്ന് അവൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കണം, അതിന് ഞാൻ കണ്ട മാർഗ്ഗം. പക്ഷേ അടിച്ചപ്പം അവൻ ഈ ഒരു അവസ്ഥയിലായിപ്പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം അവനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം. ഇനി അവൻ്റെ ഉപദ്രവം ഉണ്ടാവത്തില്ലല്ലോ. തൽക്കാലം നീ ഞാൻ പറഞ്ഞ തുക എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടാൻ പറയും. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാം, വൈകത്തില്ലെന്ന് പറയും. അതിനുശേഷം ശ്രുതി നേരെ അങ്ങ് ഷോപ്പിലോട്ട് ചെല്ലുകയാണ്. ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ശ്രുതി അവിടെ ഇരിപ്പുണ്ട്. ശ്രുതിക്ക് ഡീലർഷിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ രണ്ടുപേര് സബ് ഡീലർഷിപ്പ് ചോദിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം മെയിൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രുതി ഇത് പറയും. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി ഞാൻ നോക്കാമെന്ന് പറയും. അപ്പോഴത്തെ എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കര തിരക്കുള്ളൊരു ബിസിനസ്സുകാരനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രുതി നേരെ ബാങ്കിലോട്ട് പോവുകയാണ്. ശ്രുതി, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, ആ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ എന്നൊക്കെ പറയും. ആ സമയത്ത് ശ്രുതിയുടെ മനസ്സ് മുഴുവൻ ആൻ്റണിക്ക് എങ്ങനെ കാശ് കൊടുക്കുമെന്ന് എഴുതിയ, പിന്നെ ചന്ദ്രമതി കേസ് പിൻവലിച്ചതിൻ്റെ കാരണം അറിയണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ബാമ എൻ്റെ വീട്ടിലൊന്ന് പോയാലോ എന്ന് കരുതും. അപ്പോഴത്തേക്ക് അവളുടെ സ്റ്റാഫിനെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ശ്രുതി നേരെ ബാമയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ബാമയുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ചന്ദ്രമതിയുണ്ട്. അപ്പോൾ കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചോദിക്കും, ഇതെന്താ ശ്രുതി സ്വീറ്റ്സൊക്കെ ആയിട്ട്? അത് എനിക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മേക്കപ്പ് ചെയ്തപ്പോൾ അവരുടെ ഫങ്ഷനൊക്കെ അറിയാമല്ലോ, സ്വീറ്റ്സൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അവിടുന്ന് തന്നെ കുറേ സ്വീറ്റ്സൊക്കെ നമ്മളിതുവരെ കാണാത്ത കുറച്ച് വെറൈറ്റി സ്വീറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആൻറ്റി കഴിക്കാൻ പറയും. അങ്ങനെ അതെല്ലാം കൊടുക്കുമ്പോൾ ഞാൻ ആൻറ്റിയെക്കുറിച്ച് കുറച്ച് പൂഴ്ത്തിയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? അത് ആൻറ്റി നല്ലൊരു ഡാൻസറാണ്, ആൻറ്റിക്ക് സ്വന്തമായിട്ട് ഡാൻസ് സ്കൂളുണ്ട്, ഒത്തിരി കുട്ടികളെ നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപികയാണ് എന്നൊക്കെ. ആൻറ്റിയെക്കുറിച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ലെന്ന് പറയും. ആഹാ, കേട്ടില്ലേ ബാമ ഇവൾ എന്നെക്കുറിച്ച് പറയുന്നത്? കണ്ടോ? അതേസമയം ബാക്കി രണ്ട് മരുമക്കളുണ്ട്. ഒരുത്തിക്കാണെങ്കിൽ പണത്തിൻ്റെ അഹങ്കാരമാണ്, പിന്നുള്ള ഒരുത്തിയുണ്ട് ഒരു പൂകെട്ടുകാരി. ഇതാ ഞാൻ പറയുന്നത്, എപ്പോഴും കാശുള്ള വീട്ടിലെ പെൺപിള്ളേരെ തന്നെ മകൻ്റെ ഭാര്യമാരായിട്ട് കൊണ്ടുവരണമെന്ന്. ആ പൂക്കാരുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ എപ്പോഴും എന്നെക്കുറിച്ച് ഓരോ കുറ്റങ്ങൾ പറയും. അതുകൊണ്ടോ അവളമാരൊക്കെ എന്നെ കാണുമ്പോൾ ഒരുമാതിരി കളിയാക്കിയ തരത്തിലുള്ള സംസാരം നോട്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ ആൻറ്റി ഇതെല്ലാം കഴിക്കാൻ പറഞ്ഞ് അവർക്കതെല്ലാം എടുത്ത് കൊടുത്തുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ എങ്ങനെ ആൻ്റണിക്ക് കാശ് കൊടുക്കണം, അതിന് ചന്ദ്രമതി ബാമയെ ഏൽപ്പിച്ചേക്കുന്ന കാശ് അടിച്ചു മാറ്റാൻ തന്നെ ഇരിക്കുന്നത്. ആ സമയത്ത് ശ്രുതി ഒരു കോളെടുത്ത് ചെവിയിൽ ഇങ്ങനെ വെക്കും. അപ്പോഴത്തേക്ക് പറയും, അത് മാഡം റേഞ്ച് കിട്ടുന്നില്ല, ആൻറ്റി റേഞ്ച് പ്രശ്നമുണ്ട്, ഞാനിന്ന് മുകളിലോട്ട് പോയി ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ടെറസിന് മേലോട്ട് കയറും. അപ്സ്റ്റേറിലോട്ട് കയറുന്ന സമയത്ത്
അലമാരിയിൽ തുറന്ന് അലമാരിയിൽ നിന്നുള്ള പൈസ എല്ലാം എടുക്കും. നോക്കുമ്പോൾ 2 ലക്ഷം രൂപ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബാമ സ്ഥലമെല്ലാം കാണിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പൈസ എടുത്ത് ബാഗിലാക്കി താഴോട്ടിറങ്ങി വരികയാണ്. പെട്ടെന്ന് പോയ ഇവർക്ക് സംശയം അടിക്കുമെന്ന് കരുതി കുറച്ച് നേരം അവരുടെ അടുത്തിരുന്ന് സംസാരിച്ച് കുറച്ചൊക്കെ ആഹാരമൊക്കെ എടുത്ത് ശ്രുതിക്കും ചന്ദ്രയും ബാമയും കൂടി കൊടുക്കും. അതും എല്ലാം കഴിച്ച് സംസാരിച്ച് പൈസ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ശ്രുതി നേരെ വീട്ടിലോട്ട് വരുന്നത്. ശ്രുതിക്ക് അങ്ങ് സന്തോഷം, ആൻ്റണി കൊടുക്കാനുള്ള പൈസ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ എന്ന്. അതിനുശേഷം കാണിക്കുന്നത് സച്ചിൻ രേവതിയാണ്. ഇവിടെ മണ്ഡപമൊക്കെ അലങ്കരിക്കുന്ന രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് കുറച്ച് ഇതൊക്കെ രേവതി ഉണ്ടാക്കും. രേവതി ഉണ്ടാക്കിയതിന് ശേഷം അതെല്ലാം സച്ചിയെ കാണിക്കും. അപ്പോൾ അത് വർഷയ്ക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു സോഷ്യൽ മീഡിയയിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനകത്തൂടെ നമുക്കിനി ഇതിൻ്റെ മാർക്കറ്റിംഗ് കീഴടക്കണമെന്ന് പറയും. അപ്പോൾ നമുക്ക് വിപണി സുബലമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തോട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് ചേച്ചിയുടെ ഈ ബിസിനസ് ഓൺലൈൻ ബിസിനസ്സായിട്ട് നമുക്ക് നടത്താം. അപ്പോൾ അതിനു വേണ്ടി ചേച്ചി നല്ല ഞാൻ പറയുന്നതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ നല്ല സ്റ്റൈലായിട്ടൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് പറയണമെന്ന് പറയും. അപ്പോഴത്തേക്ക് അത് പക്ഷേ ഞാൻ വേറെ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് വരാമെന്ന് പറയും. ശരിയെന്ന് പറയും. അത് വേണ്ട, ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നല്ല സാരിയുണ്ട്, ആ സാരി ചേച്ചി ഞാൻ ഉടുപ്പിച്ച് തരാമെന്ന് പറയും. അങ്ങനെ നല്ല സ്റ്റൈലായിട്ട് രേവതിക്ക് സാരിയൊക്കെ ഉടുത്ത് കൊണ്ടുവരുമ്പോൾ സച്ചി അങ്ങ് അതിശയിച്ച് നിൽക്കും. പക്ഷേ നീ പൗഡർ ഇട്ടത്തേക്കാട്ടിൽ പുന്നിലാട്ടോ, പൗഡർ ഇട്ടത്തിൽ മുമ്പ് രേവതി ഒന്ന് മാറ്റിയെടുത്തു, ഇപ്പം നീയും കൊള്ളാമല്ലോ, എങ്ങനെയുണ്ട് സച്ചിയേട്ടാ? പിന്നെ സൂപ്പറായിട്ടുണ്ട്, ഇനി ചേച്ചി വേണം ഇതൊക്കെ പറയാൻ. അയ്യോ ഞാനോ? ഇപ്പോൾ വലിയ വലിയ കടകളുടെയൊക്കെ മുതലാളിമാർ തന്നെ എല്ലാത്തിനും പരസ്യം ചെയ്യുന്നത്, ചേച്ചി ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. അപ്പം ഇതേപോലെ വിവാഹ ആവശ്യങ്ങൾക്കും ബർത്ത്ഡേ ഫംഗ്ഷനുകൾക്കും എല്ലാത്തിനുമുള്ള ഡെക്കറേഷൻസ് മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കപ്പെടും എന്ന് ചേച്ചി ഒരു ചെറിയൊരു പരസ്യം പറയാൻ പറയും. അങ്ങനെ വർഷ പറയുന്ന പോലെ തന്നെ പറയും. ഇനി ചേച്ചി റാമ്പിലൂടെയൊക്കെ നടക്കുന്നതൊക്കെ കാണിക്കണ്ട എന്നൊക്കെ പറയും. അതെങ്ങനെ വർഷം? അതൊക്കെ ഞാൻ കാണിച്ചു തരാം, ചേച്ചിയെ കൊണ്ട് അതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാമെന്ന് പറയും. അങ്ങനെ അവരതെല്ലാം കൂടി ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഓൺലൈൻ വഴി ബിസിനസ് നല്ല രീതിയിൽ സുലഭമാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശ്രീകാന്തും ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് ചേച്ചി പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെക്കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസും ചേച്ചി ചെയ്ത കുറച്ച് വർക്കുകളും എല്ലാം കൂടി നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആൾക്കാർ കോൺടാക്റ്റ് നമ്പറും കൊടുക്കാം. അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെ വർക്ക് ആവശ്യമുള്ള ആൾക്കാർ താല്പര്യമുള്ളവർ ചേച്ചിയെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യും. അപ്പം മിതമായ നിരക്ക് ചേച്ചി ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊരു വലിയൊരു ബിസിനസ് സംരംഭമായിട്ട് വളർത്തിയെടുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് പറയും. അതൊരു നല്ല കാര്യം, പക്ഷേ നിന്നെക്കൂടെ കഴിയാവുന്നതൊക്കെ രേവതേച്ചിക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കണമെന്ന് ശ്രീകാന്ത് പറയും. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രയും ശ്രുതിയും കൂടി ബാമയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ബാമയുടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് രേവതി വർഷ കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് ഭയങ്കര മോഡേൺ ലുക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയും കൂടി നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ വർഷ എടുക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയുടെ സാരി പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ വന്ന് കയറുന്ന. ആ സമയത്ത് സച്ചി മറ്റൊരു സ്ത്രീയുടെ സാരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണക്ക് അങ്ങോട്ട് തോന്നും. അതൊക്കെ ശ്രുതി അങ്ങോട്ട് വരും. ഇതെന്താ ഒരു സാരി പിടിച്ചുകൊണ്ട് ഇവ നിൽക്കുന്നത്? എടാ ഏതാടാ ഇവളെന്ന് ചോദിക്കും. അത് ഞാനും രേവതിയും കൂടി പുതിയൊരു ബിസിനസ് തുടങ്ങി, അപ്പോൾ അതിന് വേണ്ടി ബോംബെയിൽ നിന്ന് ഒരു മോഡലിനെ ഇറക്കിയാന്ന് പറയും. ബോംബെയിൽ നിന്ന് മോഡലിനെ ഇറക്കിയെന്നു, എന്നിട്ടാണോ കണ്ട പെണ്ണുങ്ങളുടെ സാരിയും പിടിച്ചോണ്ട് നീ നിൽക്കുന്നതെന്ന് ചോദിക്കും. ഇതെങ്ങാനും അവൾ വന്ന് കണ്ട എന്തോ ആയിരിക്കും അവസ്ഥ, ഈ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ സച്ചിയോട് ചോദിക്കും. അപ്പോൾ സച്ചി മനസ്സിലായി, ഇതെന്താ അമ്മയ്ക്ക് പെട്ടെന്ന് അവളോടൊരു സ്നേഹം. ഉടനെ ശ്രുതി പറയാം, അല്ലെങ്കിലും ഇവന് വിദ്യാഭ്യാസം ഉണ്ടോ അമ്മേ? വിദ്യാഭ്യാസം ഉള്ളവന്മാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ, കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ സാരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അതേടാ ഞാൻ കണ്ട പെണ്ണുങ്ങളുടെ സാരിലെ പിടിക്കുന്നത്, നീയാണല്ലോ കല്യാണത്തിന് മുമ്പ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ താമസിച്ചതെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങ് വല്ലാതാവും. ശ്രുതി മിണ്ടത്തില്ല, കാരണം നീലിമയുടെ കാര്യം അറിയാമല്ലോ ശ്രുതിക്കും. അപ്പോഴത്തേക്ക് മിണ്ടാതെ അങ്ങ് നിൽക്കും. എടാ ഏതാടാ ഇവളെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചന്ദ്ര ദേഷ്യപ്പെട്ടങ്ങ് അകത്തോട്ട് കയറും. അപ്പോഴത്തേക്ക് അയ്യോ അമ്മ ഇത് ഞാനാന്ന് പറയും. നോക്കുമ്പോൾ രേവതി മോഡേൺ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് വരും. ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് ചേച്ചി പുതിയ ബിസിനസ് ആരംഭിച്ചമ്മേ. ചേച്ചി ഈ ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ വേണ്ട ചില ഫ്ലവേഴ്സൊക്കെ വെച്ചുള്ള കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെയൊക്കെ മോഡൽസാണെന്ന് പറയാം. അതൊക്കെ കാണുന്ന ശ്രുതിയും ചന്ദ്രയും അങ്ങ് ഞെട്ടുകയാണ്. ഇവർക്ക് ഇത്രയും കഴിവുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് അവരെന്നൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോഡലായിട്ട് ചേച്ചിയെ തന്നെയാണ് ഞങ്ങൾ ആഡാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേച്ചി അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് പറയും. അങ്ങനെ അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ഞങ്ങൾ വേഷം നിർത്തിയേക്കെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ശ്രുതിക്കങ്ങ് നല്ല അസൂയ വരും. ഇവൾ വലിയൊരു ബിസിനസ്സുകാരിയാവും എന്നൊക്കെയുള്ളൊരു തോന്നൽ ശ്രുതിക്കുണ്ടാവും. അപ്പോൾ പെട്ടെന്ന്
രേവതി പറയാം, അമ്മയ്ക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടോ ഞാൻ കരുതിയില്ല. സച്ചേട്ടൻ സാരി പിടിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടപ്പം അമ്മ സംസാരിച്ചത് ഞാൻ കേട്ടു. അപ്പോഴത്തേക്ക് പറയും, അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി വെറുതെ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞാന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി അതിനെക്കൂടെ സംസാരിക്കുകയാണ്. അപ്പം സച്ചിൻ രേവതി പറയും, രേവതി നിന്നോട് അമ്മയ്ക്ക് അത്ര വലിയ ദേഷ്യമൊന്നുമില്ല, ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ ഒരു സാരി പിടിച്ചോണ്ട് വന്നപ്പോൾ അമ്മയുടെ ദേഷ്യം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അമ്മ പാവമല്ലയോ സച്ചേട്ടാ എന്നൊക്കെ രേവതി പറയും. പാവമാ എന്നൊക്കെ പറയും. അങ്ങനെ അതിനെക്കുറിച്ച് അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.